ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒരു തരത്തിൽ ഒതുങ്ങി വരുമ്പോൾ ഇവിടെ ഏഷ്യയിൽ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾ ഇന്നലെ രാത്രി മുതൽ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ 2 ബോർഡർ പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നാണ് താലിബാന്റെ അവകാശവാദം. അഫ്ഗാൻ ആക്രമണം സ്ഥിരീകരിച്ച പാക് സൈന്യം തിരിച്ചടിച്ചതായും അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സൈന്യം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അഫ്ഗാൻ തിരിച്ചടിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നു. അഭിലാഷ്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോരിന് പല രാഷ്ട്രീയ മുഖങ്ങളുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നു എന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് മറൊരു വശത്ത് 2 അയൽ രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നത്. ഇവിടെ ഈ പാകിസ്ഥാന്റെ സൈനിക നീക്കം എങ്ങനെയാണ്, ഒപ്പം തന്നെ അഫ്ഗാൻ എങ്ങനെ തിരിച്ചടിക്കും? സജിത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച കാബൂളിൽ നടന്ന ആക്രമണത്തിന് മറുപടി എന്നോണമാണ് ഇന്നലെ രാത്രി മുതൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാനിലേക്ക് നടത്തത്. അതിൽ ഡ്യൂറൻ ലൈനിന്റെ പരിധിയിലുള്ള 6 മേഖലകളിൽ ഒരേ സമയം ആക്രമിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടി തുടങ്ങിയത്. അഫ്ഗാനിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ISIS അടക്കമുള്ള ഭീകരവാദ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് തങ്ങൾ ആക്രമണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് 18 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. 2 പേര് ജീവനോടെ പിടിച്ചു എന്നുള്ള 2 പാക് സൈനികരെ ജീവനോടെ പിടിച്ചു എന്നും അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വരുന്നുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാൻ പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് തങ്ങൾക്കെതിരെ ഉണ്ടായത്. അതിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കനത്ത രീതിയിലുള്ള ആക്രമണം അഫ്ഗാനിസ്ഥാനിലേക്ക് നടക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ നിരവധി ആളുകൾക്ക്, സിവിലിയൻസിന് പരിക്കേറ്റു, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ. അഫ്ഗാനിസ്ഥാൻ നിലവിൽ വലിയ രീതിയിലുള്ള ആക്രമണം പരസ്പരം നടത്തുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു രീതിയാണ് എടുക്കുന്നത്. ഒരു തരത്തിലും ആക്രമണത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് പോകരുതെന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യക്ക്. അതുപോലെ ഇറാനും ഖത്തറും സൗദി അറേബ്യയും ഇരുപക്ഷങ്ങളും സമവായം പാലിക്കണം, ഒരു തരത്തിലും പരസ്പരം ആക്രമിക്കരുത് എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. അതേസമയം ചൈനയും അമേരിക്കയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഒരു തരത്തിലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തെഹരീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ താലിബാന്റെ നേതാവിനെ കൊല്ലാനുള്ള ഒരു ആക്രമണമാണ് കാബൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാൻ നടത്തിയത്. അതിൽ നൂർ വാലി മഹസൂദ് എന്ന് പറയുന്ന തെഹരീക്ക് TTPയുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തെഹരീക്ക് താലിബാനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു നഷ്ടമാണ് ഉണ്ടാവുക. ആ ഒരു സാഹചര്യത്തിലാണ് തിരിച്ചടിക്കാനായിട്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതും ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നതും. ഇത് ഇപ്പോൾ എസ്കലേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ്. കാരണം എല്ലാ തരത്തിലും പാകിസ്ഥാന്റെ എയർഫോഴ്സ് അടക്കം വലിയ രീതിയിലുള്ള എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള കനത്ത ആക്രമണം അഫ്ഗാനിസ്ഥാനിൽ നടത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തിരിച്ചടിക്കാൻ അഫ്ഗാന്റെ താലിബാൻ സൈന്യവും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ സജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. 6 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിൽ മുത്തഖി എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ പൂട്ടിയിരുന്ന ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാന് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നത് ഇന്ത്യയാണെന്നുള്ള ആരോപണങ്ങളും കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കാനുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്കേറ്റ് തിരിച്ചടിക്ക് പകരമായി അതിന് പകരം വീട്ടാനായിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ വില കുറഞ്ഞ ആരോപണങ്ങളടക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും കനത്ത രീതിയിൽ തുടരുകയാണ്. ആക്രമണം ഇപ്പോഴും കനത്ത രീതിയിൽ തുടരുകയാണ്. 18ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അതേസമയം തന്നെ അഫ്ഗാനിസ്ഥാനിലും നിരവധി പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ നിരവധി വീടുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സംഘർഷം ഇവിടെ മയപ്പെടുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും രാഷ്ട്രീയപരമായി തന്നെ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പാകിസ്ഥാൻ അസാധാരണമായ പ്രതിസന്ധിയാണ് കടന്നു പോകുന്നത്. 2 അയൽ രാജ്യങ്ങൾ, സുപ്രധാനമായ 2 അയൽ രാജ്യങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ നയതന്ത്രം അത് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാക്കും. ഒരു വശത്ത് അഫ്ഗാനിസ്ഥാൻ, മറുവശത്ത് ഇന്ത്യ. അതാണ് അവരുടെ സാഹചര്യം. ഇതിനിടയിൽ അഫ്ഗാൻ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു.